നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബജാജ് ഫൈനാൻസിൻ്റെയാണ്. ബജാജ് ഫൈനാൻസിൻ്റെ ഓഫീസുകൾ നമ്മുടെ എല്ലാ സിറ്റികളിലും, കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഉണ്ട്. ഞാനിവിടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കണ്ണൂരിൻ്റെ വേക്കൻസി കിട്ടി, അത് കണക്ക് തന്നെ കോട്ടയത്തിൻ്റെ വേക്കൻസി കിട്ടി, കൊട്ടാരക്കരയുടെ വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരത്തിൻ്റെ വേക്കൻസി. ഇത്രയും ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെ ഓരോ സിറ്റിയുടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിറ്റിയിൽ നിങ്ങളുടെ ഒരു ലൊക്കേഷനിലെ ആ ഒരു സിറ്റിയിലുള്ള വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഓരോ വേക്കൻസി നമ്മൾ 5000-ൽ കൂടുതൽ വേക്കൻസി ഉണ്ട്. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഏജ് ഒരു ബാധ്യതയല്ല ഇതിനകത്ത്. അവരുടെ ഏജിൻ്റെ കാര്യത്തിൽ അവരൊന്നും പറയുന്നില്ല. അതുകൂടാതെ ഒരു പ്രധാന ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രധാന ഫെസിലിറ്റി. ഗ്രാജുവേറ്റ് പാസ്സായിട്ടുള്ള ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അങ്ങനെയാണ് 10ാം ക്ലാസ്സുകാർക്കോ 10ാം ക്ലാസ്സുകാർക്കോ ഇതിനകത്ത് ഞാൻ വേക്കൻസി കണ്ടില്ല. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. മാനേജർ ലെവലിലുള്ള വേക്കൻസികളാണ് ഇതിനകത്ത് കൂടുതലും. അപ്പം നമുക്ക് അതെങ്ങനെ അവരുടെ കസ്റ്റമർ പോർട്ടലിൽ പോയി അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയിലേക്ക് പോകും. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ലൈക്കും ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നിങ്ങൾ എനിക്കിത് തരുന്ന ഒരു മോട്ടിവേഷനാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുള്ളത്. അപ്പോൾ ശരി, നമുക്കെന്നാൽ ഈ ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അവരുടെ ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവരവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു ആൾ ജോബ് കസ്റ്റമർ പോർട്ടൽ. ഇതാണ് ഇവിടെ പറയുന്നുണ്ട് ബജാജ് ഫൈനാൻസ് സർവീസ്. ഇത് ബജാജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. നമ്മളിൽ നിന്ന് ആപ്ലിക്കേഷൻ ചോദിക്കുന്ന ആ ഒരു പേജാണ്. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് വേക്കൻസികളുണ്ട്. ഞാൻ പറഞ്ഞില്ല 5000-ൽ കൂടുതൽ വേക്കൻസി ഉണ്ട്. കേരളത്തിൽ ഉടനീളം വേക്കൻസികളുണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ആലപ്പുഴയിലെ വേക്കൻസി ഉണ്ട്, ആലപ്പുഴയുടെ വേക്കൻസി ഉണ്ട്, അത് കണക്ക് തന്നെ കോട്ടയമുണ്ട്, കൊട്ടാരക്കരയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ആ സിറ്റിയുടെ വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ ഈ വർക്ക് സൈറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. വർക്ക് സൈറ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പം തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയാൽ THIRU തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസി തിരുവനന്തപുരത്തിൻ്റെ വേക്കൻസി കാണിച്ച് അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കണ്ണൂർ നോക്കുക, കണ്ണൂർ വേക്കൻസി ഉണ്ടോ എന്ന്. കണ്ണൂരും ഉണ്ട് വേക്കൻസി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലങ്ങളിൽ. അപ്പം നിങ്ങൾ ഈ ക്ലിയർ ആൾ കള്ളേന അല്ലെങ്കിൽ ഫിൽട്ടർ അവിടെ ആയിരിക്കും. ഇത് ക്ലിയർ ആൾ ചെയ്യണം, അല്ലെങ്കിൽ ഫിൽട്ടർ ആയിട്ട് നമുക്ക് 2 or 3 വേക്കൻസി ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷന് വരുന്ന വേക്കൻസി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആകും. അത് കണക്ക് തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം, ഇതിനകത്ത് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 0 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മിനിമം എക്സ്പീരിയൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 0 സെലക്ട് ചെയ്യുക. മിനിമം എക്സ്പീരിയൻസ് ക്ലിക്ക് ചെയ്തിട്ട് 0 സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 0 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാനുള്ള വേക്കൻസികൾ ഒരുപാടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. കസ്റ്റമർ മാനേജർ, ഡെബിറ്റ് മാനേജ്മെന്റ് സർവീസിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അവർ പറയുന്നുണ്ട് പ്ലീസ് ലോഗിൻ ടു അപ്ലൈ ഫോർ ദിസ് ജോബ്. നിങ്ങൾ ആദ്യമായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലുള്ള ഒരു വെബ്സൈറ്റിലേക്ക്, ഇതുപോലുള്ള ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഇതിനു മുന്നേ ബജാജ് ഫൈനാൻസിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ ID നിങ്ങളുടെ അറിയാം, പാസ്വേഡ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ യൂസർ, നിങ്ങൾ ഇതുവരെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ന്യൂ യൂസറിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അവരുടെ രജിസ്ട്രേഷനുള്ള പേജാണിത്. ഇവിടെ ഞാൻ എൻ്റെ പേരെഴുതി ഇവിടെ എൻ്റെ ഇമെയിൽ ID, ഇവിടെ ഞാൻ ഇമെയിൽ ID എഴുതി, ഇവിടെ എൻ്റെ ഫോൺ നമ്പർ എഴുതി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏത് പാസ്വേഡാണ് ചോയ്സ് ചെയ്യുന്നത് അത് കൊടുക്കണം. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുത്ത് അത് കണക്ക് തന്നെ കൺഫേം പാസ്വേഡ്. പിന്നെ ഐ ആം നോട്ട് എ റോബോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് ശരിയായിട്ടുള്ള ആ ഒരു ഐക്കോൺ കാണിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ ഡയറക്റ്റ് ഞാൻ സൈൻ ചെയ്യാൻ പോവുകയാണ്. ആൾറെഡി ഇവിടെ പറയുന്നുണ്ട് ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് സൈൻ ഇൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ സൈൻ ഇന്നിൽ പോവുക. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്ത് എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ നമ്പരേ ഉള്ളൂ. ആ മൊബൈൽ നമ്പർ കൊടുത്ത് ഞാൻ ചെക്ക് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിച്ച്, അതുകൊണ്ടാണ് അവർ പറയുന്നത് ആൾറെഡി ഇതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. അപ്പം ഞാൻ ആ ഇമെയിൽ IDയും ആ പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഈ റിമെമ്പർ മീയിൽ ഞാൻ ഇത് റിമെമ്പർ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും സൈനിൽ ക്ലിക്ക് ചെയ്ത് അപ്പം ഇവിടെ ഈ വേക്കൻസികൾ വന്ന് ജോബ് അപ്ലൈഡ് നോ. അപ്പം ഇതിനു മുകളിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എൻ്റെ ഇത് പറഞ്ഞ് തോമസ് ആൻ്റണി പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക്. അപ്പം ആക്ഷൻ പെൻഡിങ് പറയുന്നുണ്ട്. ജോബ് ഇതുവരെ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അത് പറയുന്നുണ്ട്. ഞാൻ സേവ് ഇത് ക്ലിക്ക് ചെയ്ത് ഇനി കസ്റ്റമർ മാനേജറുണ്ട്. ഇത് ഒരുപാട് വേക്കൻസികളുണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് വ്യൂ ആളിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ 2-3 വേക്കൻസിയെ വരുന്നുള്ളായിരുന്നു. അത് കാരണം ഞാൻ വ്യൂ ആളിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഏരിയ മാനേജർ പേയ്മെന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് എവിടുത്തെയാണെന്ന് നോക്കുന്നില്ല. ബാംഗ്ലൂരിലെ വേക്കൻസിയാണ്. ബാംഗ്ലൂര് ഇവിടെ ജോബ് പർപ്പസ് ഇവർ പറയുന്നുണ്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പോലെ അതനുസരിച്ച് നിങ്ങൾ CV ഉണ്ടാക്കി അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് MBA ബാച്ചിലർ വിത്ത് എ മിനിമം 8 to 10 years ഓഫ് സെയിൽസ് എക്സ്പീരിയൻസ് വേണം. MBA ആയിരിക്കണം, അല്ലെങ്കിൽ ബാച്ചിലർ ഏതെങ്കിലും വേണം. ഗ്രാജുവേറ്റ് വിത്ത് 4 to 6 years ഓഫ് MBA വിത്ത് 3-4 years. ഓരോ ക്വാളിഫിക്കേഷൻ്റെയും അവരിവിടെ പറഞ്ഞ് അവിടുന്ന് ഞാൻ മേലോട്ട് പോയി ഇവിടെ അപ്ലൈ എന്നുള്ളടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആർ യു ഷുവർ വാണ്ട് ടു അപ്ലൈ ഫോർ ദിസ് ജോബ് വീണ്ടും അവർ ചോദിച്ച് യെസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പറയുന്നുണ്ട് പ്ലീസ് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ബേസിക് പേഴ്സണൽ സെക്ഷൻ റെസ്യൂം വർക്ക് സെക്ഷൻ എഡ്യൂക്കേഷൻ സെക്ഷൻ സ്കിൽ ലാംഗ്വേജ് വൈ ക്ലിക്കിംഗ് ഓൺ ബിലോ ലിങ്ക് ടു അപ്ലൈ ഫോർ ദ ജോബ്. അതായത് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബേസിക് ഒരു ഇൻഫോർമേഷൻ ചെയ്യണം. പ്രൊഫൈൽ ബേസിക് ഇൻഫോർമേഷൻ കൊടുക്കണം. പേഴ്സണൽ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കുക അത് കൊടുക്കണം. റെസ്യൂം നമുക്ക് അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ വർക്ക് സെക്ഷൻ ഉണ്ട്, അതിൻ്റെ എഡ്യൂക്കേഷൻ സെക്ഷൻ ഉണ്ട്, സ്കില്ലുണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കൊടുക്കണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ബേസിക് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ബേസിക് ചോദിക്കുമ്പോഴത്തേക്ക് പ്ലീസ് അപ്ലോഡ് റെസ്യൂം. ഇവിടെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. ആദ്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. എൻ്റെ റെസ്യൂം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് ഡെമോയാണ്. റെസ്യൂം അപ്ലോഡ് ചെയ്ത് ഇവിടെ അവർ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ റെസ്യൂം അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കി നിങ്ങൾ റെസ്യൂം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റെസ്യൂമിൽ നിന്ന് ഡയറക്റ്റ് അവർ അവിടെ ചെയ്യും. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി എഴുതേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, കാര്യം ഇത് ശരിയായ റെസ്യൂമല്ല, അതവിടെ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം റെസ്യൂമിൽ നിന്ന് തന്നെ അവർ എടുത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ മുന്നോട്ട് പോകുന്നില്ല, കാര്യം ഇത് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അവർ ഇനി എന്താ ചോദിക്കുന്നു പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സബ്മിഷൻ വരും. സബ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് ജോബിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വളരെ നല്ലൊരു വേക്കൻസിയാണ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. കേരളത്തിലുടനീളം ഇതിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.